എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക്, അതായത് ബിഗിനേഴ്സിനെ, ബ്രൈഡലിന് ഷോൾ എങ്ങനെ സെറ്റ് ചെയ്യാം, തയ്ച്ചെടുക്കാം, വർക്ക് ചെയ്യാം. വർക്ക് അറിയില്ലെങ്കിലും ബിഗിനേഴ്സിന് നല്ല അടിപൊളിയായിട്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് കളർ മെറ്റീരിയലാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട കളർ ഡൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഇത്തിരി വർക്കുള്ളതാണ് എടുത്തത്. അപ്പോൾ കുറച്ച് പണിയൊക്കെ കുറയുമല്ലോ, അതുകൊണ്ടാണ് ഇത്തിരി വർക്കുള്ള തുണി എടുത്തത്. അപ്പോൾ ഈ ഇത്തിരി വർക്കുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു വർക്ക് മാത്രമാണ് എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കിക്കേ, ഇവിടെ 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 അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഒരു വർക്കിൻ്റെതാണ് എടുത്തത് നമ്മൾ. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ തുണി. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ പോയി കണ്ടാലും മനസ്സിലാവും. തുണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലേസ് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പൈപ്പിംഗ് ചെയ്യുന്നതും ലേസ് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, ഇത് കണ്ട ഇതേപോലത്തെ ലേസാണ് എടുത്തത്. പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ലേസൊക്കെ മാച്ചിങ് കളർ കിട്ടണ്ടേ. അപ്പോൾ ഞാനിത് ലേസും വാങ്ങിച്ച് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള, അപ്പോൾ തുണി ഈ വർക്കുള്ള ടൈപ്പ് തുണി കൊടുത്ത് ലേസും ഇതേപോലെ എടുത്ത്, അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം, എന്നാലേ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടത്തുള്ളൂ നമ്മളെ ഷോളിന്. അപ്പോൾ അതിന് വേണ്ടി പൈപ്പിങ്ങിൻ്റെ ലേസ് കൊടുത്ത്, പിന്നെ ഇതേപോലത്തെ ലേസ് കൊടുത്ത്, എന്നിട്ട് ബാക്കി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കണം. അതായത് നമുക്കൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതേപോലെ സെറ്റ് ചെയ്തേക്കണം. ഇത് നോക്കിക്കേ, ഇത് മിറർ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. സെൻറ്ററിൽ ആദ്യം മിറർ കൊടുക്കും, എന്നിട്ട് സ്റ്റോൺ ലേസ് കൊടുക്കും. മിററെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച മിറർ ഇതാണ് കേട്ടോ. ഇത് കണ്ട, ഈ മിററാണ് മിറർ. അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പ് മിററുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഡ്രസ്സിലും മിറർ വർക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ മിറർ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റോൺ ലൈസ് എന്ന് പറയുമ്പോൾ ഇത് കണ്ട, സ്റ്റോൺ ലൈസ് ഇതാണ്. അപ്പോൾ ഇതിന് ചുറ്റും ഇത് കണ്ട, നോക്കിക്കേ, മിറർ വെച്ച് നമ്മൾ പശ ചെയ്തിട്ട് പിന്നെ അതിന് ചുറ്റും സ്റ്റോൺ ലൈസ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പശ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പശയാണ്. പലരും മറ്റേ 5000 എന്തോ ഒരു പശ ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമല്ല. കാരണം നമ്മൾ ആ പശ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കും. നേരെ മറിച്ച് ഈ പശയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്തത് ഈ ഗോൾഡൻ കളർ കണ്ട കല്ലാണ് കേട്ടോ. ഗോൾഡൻ കളർ കല്ല്, ഗോൾഡൻ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലൊരു കോപ്പർ കളറും ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ കല്ലും നമ്മൾ സെൻറ്ററിലായിട്ട് ഇങ്ങനെ കൊടുത്ത്, നോക്കിക്കേ ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വർക്കാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ ഇടയിലായിട്ട് ഇത് കൊടുത്തു സെൻറ്ററിലായിട്ട് നോക്കിക്കോ, ഇത് കണ്ട, സെൻറ്ററിലായിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ സ്റ്റോൺ ലൈസും മിററും കൊടുത്ത്, പിന്നെ ഇതിൻ്റെ ഈ 4 സെൻറ്ററിലായിട്ട് നമ്മൾ ഗോൾഡൻ കളർ കൊടുത്ത്. ഇതിപ്പോൾ പശ ഇട്ടിരിക്കുന്നത് കണ്ട, അതുകൊണ്ടാണ് ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഉണങ്ങി വരണം. ഉണങ്ങി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പശ ഇങ്ങനെ വലിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതവിടെ പിടിച്ചു പോകും. പിന്നെ ഈ 4 ഇടയിലായിട്ട് ഒരു ഗോൾഡൻ കൊടുത്ത്, പിന്നെ ഈ 2 ഗോൾഡൻ്റെ ഇടയിലും ഒരു ഗ്രീൻ കൊടുത്ത്. അപ്പോൾ കണ്ട, ഇതിൻ്റെ ഇടയിൽ ഗ്രീൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു ഫില്ലിങ് ആയത് തന്നെ. അതേപോലെ തന്നെ ലേസ് ശ്രദ്ധിച്ചായിരുന്നു, ലേസ് നോക്കിക്കേ, സാധാരണ ലേസായിരുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ മിറർ ഒട്ടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റോണും കൊടുത്ത്, ചുറ്റും ഗ്രീൻ കളറും കൊടുത്ത്, ഇതിൻ്റെ സൈഡിലും ഗ്രീൻ കളർ കൊടുത്ത്, പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ റൗണ്ട് പോലെ വന്നിട്ടുണ്ട്, അതിലും നമ്മൾ ഗോൾഡൻ കളർ കൊടുത്ത്, പിന്നെ ഇതേപോലെ ഇങ്ങനെ സ്കാലപ്പ് വന്നിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ബ്രൗൺ കളർ കൊടുത്ത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഷോൾ ഒരുവിധം നല്ല ഭംഗിയായിട്ടുണ്ട്, ഹെവി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആകെയുള്ളൊരു പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇനി ഹാങ്ങിങ് കൊടുക്കണം. ആകെയുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട, ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ ഹാങ്ങിങ് കൊടുക്കണം. ഇത് ബ്ലൗസിനും കൊടുക്കണം കേട്ടോ. ബ്ലൗസല്ല, വേറൊരു മോഡലാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ബിഗിനേഴ്സിന് മാത്രമല്ല എല്ലാത്തവർക്കും ഇത് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കംപ്ലീറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇത് കാണിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഒരുവിധം വർക്കൊക്കെ കഴിഞ്ഞു, ഇവിടം വരെയും വർക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇവിടം വരെ, ബാക്കി ഇങ്ങോട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ഗ്രീൻ കളർ കൊടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്കിത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ
വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.